നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് വഴി തുറക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത്. കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉടൻ അപേക്ഷ നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ആവശ്യമായ രേഖകൾ കിട്ടിയാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുക എന്ന നീക്കത്തിലാണ് നിലവിലായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു സാഹചര്യം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെയും ഭരണമുന്നണിയെയും സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു കേസിൽ കൂടി രംഗപ്രവേശം ചെയ്യുകയാണ് കേന്ദ്ര ഏജൻസി എന്നതും വളരെയധികം തിരിച്ചടിയായി മാറുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ എഫ്ഐആർ പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ എഫ്ഐആർ ആ ഘട്ടത്തിൽ നൽകാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ തള്ളിയിരുന്നു. ഇതിനെതിരെ അപ്പീൽ നൽകാനും ഇഡിയുടെ നീക്കമുണ്ട്. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ സാന്നിധ്യം അടക്കം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച കേസിൽ കള്ളപ്പണ ഇടപാടിനുള്ള വലിയ സാധ്യതയാണ് ഇഡി കാണുന്നത്. അതേസമയം കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് വഴി തുറക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉടൻ അപേക്ഷ നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലും നിലവിലെ നീക്കം ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതേസമയം വാസുവിന്റെ പങ്ക് അക്കമിട്ട് നിരത്തുന്ന എഫ്ഐആർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനും 2 അംഗങ്ങൾക്കുമെതിരെ കുരുക്കുമുറുക്കുന്നതാണിത്. എൻ വാസുവാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാസുവിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള നടപടി സ്വീകരിച്ചതും വാസുവാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വർണം പൂശിയതെന്ന പരാമർശം അന്നത്തെ കമ്മീഷണറായിരുന്ന വാസു ബോധപൂർവ്വം ഒഴിവാക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയാണെന്നും തങ്ങൾക്ക് അറിവില്ലെന്നുമായിരുന്നു പത്മകുമാറിന്റെ മൊഴി. ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. അതേസമയം എൻ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. വാസുവിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി ചേർത്തിരിക്കുകയാണ്. കട്ടിളപ്പാളി കേസിലാണ് ഈ വകുപ്പ് ചേർത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴികെയുള്ളവർക്കെതിരെ ഈ വകുപ്പ് ബാധകമാണ്. കേസ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടെ കേസിൽ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക എന്ന ഒരു തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം. എന്നാലും ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരായിട്ടുണ്ടേ. നേരത്തെയും ഒരു തവണ നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പത്മകുമാർ ഹാജരായിരുന്നില്ല. ശബരിമല ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും സ്വർണം പൂശാനായി കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു എ പത്മകുമാർ. അന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന 2 പേരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന് പത്മകുമാറിന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതേസമയം നമുക്ക് ഇനി ഒരു പ്രതികരണത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ നടത്തിയ ചില പ്രസ്താവനകളാണ്. കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വാക്കുകളിലേക്ക്. വിശ്വാസിയല്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സലൂരം. ഇനി അയാൾ നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ദൈവനാമത്തിൽ. അപ്പൊ അതിന്റെ അർത്ഥം MLA ആവുമ്പോ സലൂരം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോ ദൈവനാമം. അപ്പൊ തന്നെ കാളലക്ഷണം. അതാണ് പറയുന്നത്, ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വാരി ദൈവത്തിന്റെ സ്വത്തിൽ കൈവച്ചോ അതിന്റെ തിരിച്ചടി കിട്ടും. അത് കക്കുന്നനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടുക. അല്ലറ ചില്ലറയൊക്കെ കട്ട് കഴിഞ്ഞാൽ കൈക്കോ കാലിനോ പരിക്ക് പറ്റും. കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും. വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും. എനിക്ക് അവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിയമസഭയിൽ പൊക്കം പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞല്ലോ, 8 അട്ടി വെച്ച പോലെ. നാഷണൽ കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ച നയത്തിന്റെ 2ാം ഘട്ട സമര പരിപാടികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. KPCC ചുമതലപ്പെടുത്തിയനുസരിച്ച് 4 മേഖല വിശ്വാസ സംരക്ഷണ ജാഥകൾ സംഘടിപ്പിച്ചപ്പോൾ ഒരു ജാഥയുടെ ചുമതല എന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചത്. അന്ന് കാര്യങ്ങളൊക്കെ വിശദമായി പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ഈ കൊടും ചൂടിൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ശരി കാര്യം മതിയേറിയിട്ട് പറയുന്നത്, നമ്മുടെ കിണ്ടി വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ചാപ്റ്റർ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന് കിണ്ടി വാസുവിനെ വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശബരിമലയിലെ ഈ ഖജനാവിന് കാശില്ലാത്തപ്പോൾ കിണ്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് അന്ന് മുതൽക്ക് കിണ്ടി വാസു എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ആ കിണ്ടി വാസുവിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ,
അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണം. അതിന് മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ കാലാവധി തീർന്ന പ്രശാന്തിന്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യാം. ഇതിനെല്ലാം പുറമെ നമ്മുടെ വാസവൻ രാജിവെക്കണം. കടകംപള്ളിയിലെയും വാസവനെയും അകത്താക്കണം. അതുവരെ ഈ സമരം മുന്നോട്ട് പോകും. ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഊന്നി പറയാം. ഈ വിശ്വാസികളല്ലാത്തവർ എന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. അച്യുതമേനോൻ ഒരിക്കൽ പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്രേ, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, നമ്മൾ വിശ്വാസികളല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവും? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മന്ത്രി രാജു ഉണ്ടല്ലോ, പഴയ മന്ത്രി, അദ്ദേഹം നിയമസഭയില് അംഗമായിരുന്നപ്പോ 2 തവണ ഞാനും അംഗമായി. 2 തവണയും അദ്ദേഹം നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവമാണ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവം. ഇനി അയാൾ നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? MLA ആവുമ്പോ സഗൗരവം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോ ദൈവനാമം. അപ്പൊ തന്നെ കാമലക്ഷണം. അതാണ് പറയുന്നത്, ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വാരും. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് മതത്തിൽപ്പെട്ടവരാണ് ദൈവത്തിന്റെ സ്വത്തിൽ കൈവച്ചോ അതിന്റെ തിരിച്ചടി കിട്ടും. അത് കക്കുന്നനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടുക. അല്ലാതെ ചിലരെയൊക്കെ കട്ട് കഴിഞ്ഞാൽ കൈക്കോ കാലിനോ പരിക്ക് പറ്റും. കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും. വല്ലാതെ കട്ട് കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും. എനിക്ക് അവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ എന്ന് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിയമസഭയിൽ പൊക്കം പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞല്ലോ, 8.25 അട്ടി വെച്ച പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇനി ഏതെങ്കിലും പൊക്കം കുറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിന് കിട്ടുമോ, ഈ പാർട്ടിക്ക് കിട്ടുമോ? വേറൊരു MLA പറഞ്ഞു, ഞാൻ ഇതിന്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല, കാരണം സഹോദരിമാരുള്ളവർ. ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കൈ 2 നഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉറുമ്പ് കടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമൊന്നും ഇനി വികലാംഗരുടെ വോട്ടും ഈ സർക്കാരിന് കിട്ടില്ല. അപ്പോ ദൈവത്തിനെ തൊട്ടതുകൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക. മാത്രമല്ല, മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല. ഒന്നുകിൽ EDയുടെ സ്വപ്നം കാണും, അല്ലെങ്കിൽ അമിത്ഷാന്റെ സ്വപ്നം കാണും, അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും. ഇതൊക്കെ ഈ കക്കുന്നതിന്റെ ദോഷമാണ്, കക്കുന്നതിന് കൂട്ടുന്നതിന്റെ ദോഷമാണ്. ഇവരാരും കട്ട പോലെ അവരെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ല, ഒക്കെ പാർട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട്. ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഈ കോഴിയുടെ ചാറ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ, കഷ്ണം പാർട്ടി കൊണ്ടുപോയി. അപ്പോ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കല് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്. പിന്നെ BJP-ക്കാരൻ സമരം ചെയ്യാത്തതിന്റെ അർത്ഥം ഇന്ന് മനസ്സിലായി. ഇന്ന് ഞാൻ TV-യിൽ കണ്ടത്, കടകംപള്ളിയിലെ ഒരു CPM-ന്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരിന്ന് പറഞ്ഞത്, കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ BJP-നെ സഹായിക്കും, അസംബ്ലിയിൽ BJP അദ്ദേഹത്തിനെ സഹായിക്കും. അത് ഇന്ന് ഒരു പാർട്ടി അംഗം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ്. അതാണ് BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം. ഇങ്ങനെ സംഭവം നടന്നതായിട്ട് തന്നെ ആരും അറിഞ്ഞിട്ടില്ല, BJP-ക്കാർ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ദിവസം മഴയത്ത് വന്ന് രാജീവ് അധ്യക്ഷൻ ഇരുന്നുകൊണ്ട് പോയി. അതല്ലാതെ ഒരു സമരം ശബരിമല വിഷയത്തിൽ നടത്താൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവരല്ലേ മറ്റേ ഹിന്ദുവാത്തിന്റെ ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞവർ. ഇതാരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മറ്റേതിലേക്ക് കടക്കുകയല്ല. ആറ്റുകാൽ പൊങ്കാലേനെ അധിക്ഷേപിച്ച വ്യക്തിയാണല്ലോ മേയറായിട്ട് BJP തിരുവനന്തപുരം നഗരത്തിൽ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭക്തിയുടെ ആകെ എത്രയുണ്ടെന്ന്. അതുകൊണ്ട് ഇവർ രണ്ടും കള്ളന്മാരാണ്. കട്ടവരും കള്ളന്മാരാണ്, കക്കുന്നതിന് കൂട്ടുവയ്ക്കുന്നവരും കള്ളന്മാരാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും. ഏത് മതത്തിന്റെ ആണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും. അതാണ് പാർട്ടിയുടെ നയം. അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ 2ാം ഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇതിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.